കഴിഞ്ഞ എപ്പിസോഡിൽ നാം തിരുവനന്തപുരത്തും അല്ലെങ്കിൽ സംസ്ഥാനത്തും ഓടുന്ന ഓട്ടോറിക്ഷകളും അത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു വിഷയമായി വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് കാരിയേഴ്സും അല്ലെങ്കിൽ പബ്ലിക് കാരിയേഴ്സും എങ്ങനെ ഓടുന്നു, അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അൻവറോട് നമുക്ക് ചോദിക്കാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആട്ടോയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ആട്ടോക്കാരുടെ നിന്നും ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും ഈ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിൻ്റെ പല നിയമങ്ങൾ അവർക്ക് അറിയാൻ പാടില്ല. അതൊരു നല്ലൊരു അറിവാണ് അവർക്ക് നമ്മൾ കൊടുത്തത്. തീർച്ചയായിട്ടും ഇനി നമുക്ക് ആട്ടോ കാര്യമില്ലാതെ പോകുമെന്നും അവരുടെ റെക്കോർഡിലൊക്കെ സൂക്ഷിക്കുമെന്നൊക്കെയാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു മറുപടി. നമുക്ക് ആലോചിക്കാനുള്ളത്, നമുക്കിപ്പോൾ ധാരാളം ട്രാൻസ്പോർട്ട് സർവീസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഒരു പാരലൽ സർവീസ് ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ മുൻപിൽ തന്നെയാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? പക്ഷെ അത് ഞാൻ അനുവദിക്കേണ്ട എന്ന് പറയുന്നില്ല. അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. കാരണം ബസ്സുകൾ പോകാത്ത സ്ഥലത്തെല്ലാം ഇവർ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു പെർമിറ്റോ എന്തെങ്കിലും കൊടുത്ത് അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുവാനുള്ള നിയമങ്ങൾ വല്ലതുമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഈ പാരലൽ സർവീസ് എന്നൊരു ഇത് വരുന്നത് തന്നെ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് എത്താത്തിടത്ത് അല്ലെങ്കിൽ അത് മതിയായ അളവിലില്ലാത്തിടത്താണിത് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെയാണ്. ഇത് നിയമപരമായി തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം ഇത് രണ്ടും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള പെർമിറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ KSRTC ബസ്സിന് വരുന്ന ഇത് പറഞ്ഞാൽ സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞ പെർമിറ്റ്, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളും അത് തന്നെയാണ് സ്റ്റേജ് ഗാരേജ് പെർമിറ്റ്. ഈ സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാസഞ്ചറിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ടിക്കറ്റായിട്ട് അതിൻ്റെ ഫെയർ വാങ്ങിയിട്ട് നിശ്ചിത ദൂരം സഞ്ചരിച്ച് അയാളെ ആ ഡെസ്റ്റിനേഷനിൽ ഇറക്കി വിട്ടിട്ട് വിടുക. അതാണ് അത്. ഓരോ സ്റ്റേജിലും അതിൻ്റെ വ്യത്യാസം വരും. അത് സ്റ്റേജ് ഗാരേജ്. അപ്പോൾ ഇത്ര സ്റ്റേജിൽ സഞ്ചരിക്കുന്ന ആളിന് അത് മാക്സിമം സ്റ്റേജ് അത്രയും ഡെസ്റ്റിനേഷൻ സഞ്ചരിക്കുന്ന ആൾക്ക് മാക്സിമം ഫെയർ കൊടുത്ത് അവിടെ ഇറങ്ങാൻ പറ്റും. വഴിക്കിറങ്ങുമ്പോഴത്തേക്കും അയാൾക്ക് അത്രയും പൈസ കൊടുത്താൽ മതി, ആ സ്റ്റേജ് വരെയുള്ള പൈസ കൊടുത്താൽ മതി. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടിക്കറ്റ് ആവശ്യം ആയിട്ടുണ്ട് ഇതിനകത്ത്. ഈ കോൺട്രാക്ട് ഗാരേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരു കോൺട്രാക്ട് എടുത്ത് അവിടെ എത്തിക്കുന്നതാണ് അതിൻ്റെ ഒരു ചുമതല. വിവാഹ പാർട്ടികൾ അതുപോലുള്ള അത് എക്സ്കർഷൻ പാർട്ടികൾ, വിവാഹ പാർട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലം വരെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ്. ഈ കോൺട്രാക്ട് ഗാരേജുകൾ സ്റ്റേജ് ഗാരേജായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പാരലൽ സർവീസുകളുടെ പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ആ കോൺട്രാക്റ്റിൽ മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അതെ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് മോട്ടോർ വാഹന നിയമം ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത് പെർമിറ്റ് കൊണ്ടാണ്. ഈ പെർമിറ്റ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് മാത്രമേ ഇതിനകത്ത് നടത്താൻ പാടുള്ളൂ. ആ പെർമിറ്റിൽ പറയുന്നത് ഇപ്പോൾ ഗുഡ്സ് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ, പാസഞ്ചർ കൊണ്ടുപോകാനാണെങ്കിൽ അതങ്ങനെ, അത് കോൺട്രാക്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, സ്റ്റേജ് ഗാരേജിലാണെങ്കിൽ അങ്ങനെ. സ്റ്റേജ് ഗാരേജിന് പ്രത്യേകിച്ച് റൂട്ടൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന വഴി ഇത്ര സമയത്ത്, ഈ സമയത്ത് നീ ഇതിലേ കൂടെ പോയി തിരിച്ചു വന്നുകൊള്ളണം. അതാണ് എൻ്റെ റൂട്ട് പെർമിറ്റ്. അതുപോലെ ഇത് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് വയലേഷൻ ഓഫ് പെർമിറ്റ് ആയിട്ട് മാറുകയും ഈ പാരലൽ സർവീസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. മതിയായ അളവിൽ വാഹനം ഇല്ലാത്തിടത്ത് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു സൗകര്യം, പലരും ഈ അവെയർ അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വരുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടും പല യാത്രക്കാരും പല ആളുകളും ഇതിനകത്ത് കയറി യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഡെസ്റ്റിനേഷനിൽ എത്തിപ്പറ്റുക എന്നുള്ളത് കവിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്ക് നേരത്തെ കുട്ടികളുടെ അടുത്തെത്തുക അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിനിപ്പോൾ KSRTC സ്റ്റേജ് കാര്യം വന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ ഇരിക്കേണ്ട ഒരു കാര്യം അവർക്ക് സംബന്ധിച്ചോളം ഇല്ല. എങ്കിലും ഇതിനകത്ത് കയറി കൂടുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഞെരുങ്ങിയും
വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇതിനകത്ത് ഇടുങ്ങിയ സ്പേസിൽ നമ്മൾ ഓരോന്നിനും അതിന്റെ എത്ര പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം കൃത്യമായിട്ടുണ്ട്. അതെ, സ്റ്റേജ് ഫ്രൈറ്റ് പറഞ്ഞല്ലോ. അതെ, ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ അതിനകത്ത് കയറ്റാവുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണവും പരിമിതിയില്ലേ? കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ കാണുന്നതല്ലല്ലോ. 2 ബസ്സിനകത്ത് കയറാവുന്ന പാസഞ്ചേഴ്സ് ആണ് ഒരു ബസ്സിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അത് ഈ വഴിയിൽ തടഞ്ഞു ബസ്സിന്റെ കുറവുണ്ട്. പീക്ക് അവേഴ്സിൽ ഇതിനകത്ത് ആളുകൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു മോബ് വന്നിട്ട് അതിനകത്ത് യാത്രക്കാരെല്ലാം ആവശ്യക്കാരാണ്. എവിടെയെങ്കിലും ഒരിടത്ത് സമയത്ത് എത്തിപ്പറ്റുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അവരെല്ലാം അതിനകത്ത് കയറി പറ്റിയിരുന്നത്. ഒരു പ്രത്യേക രീതിയിൽ തടഞ്ഞു നിർത്തി ഇത്ര പാസഞ്ചേഴ്സ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ചെക്ക് റിപ്പോർട്ട് എഴുതി അതിനെ ഓണറെ വരുത്തി ഡ്രൈവറെ കൊണ്ട് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് 10-20-25 മിനിറ്റ് ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം പോവും. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഈ ടെൻഷനും അവരുടെ മൊത്തത്തിൽ അവരുടെ പ്രഷറൊക്കെ കൂടി ആകെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ നമുക്ക് മതിയായ തരത്തിലുള്ള ആളും അതിനുള്ള സൗകര്യങ്ങളും ഈ പീക്ക് അവേഴ്സിൽ പലയിടത്തും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇത് സൗകര്യപ്പെടുന്ന സമയത്താണ് നമ്മളിത് ഇങ്ങനെയുള്ള ചെക്ക് റിപ്പോർട്ടിൽ എഴുതാൻ പറ്റും. കഴിഞ്ഞ ഒരു 2 മാസത്തിൽ തന്നെ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടായി. ഒരു മത്സര ഓട്ടം, പിന്നെ അതിനകത്ത് ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റ് അതെങ്ങനെ കൈകാര്യം ചെയ്യും? അവരെന്താ ശ്രദ്ധിക്കേണ്ടത്? കാരണം ഈ വാഹന അപകടങ്ങൾ അവരാണ് വരുത്തി വെക്കുന്നത്. ഇതിനകത്ത് ഈ മത്സര ഓട്ടവും ആളുകളെ കൂടുതൽ കയറ്റാനുള്ള ഒരു വ്യഗ്രതയും അവർക്ക് ടിക്കറ്റ് എല്ലാവരും ഈ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സസ് എന്ന് പറയുമ്പോൾ സർവീസ് മോട്ടീവിനേക്കാൾ ഉപരി അതിനകത്ത് അവിടെ ടിക്കറ്റ് വിറ്റ് അതിനുള്ള കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ എല്ലാ ബിസിനസ്സിനെയും പോലെ അവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് തെറ്റില്ല. പക്ഷേ ഇതിനകത്ത് കൂടുതൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പോൾ 48 ആണെങ്കിൽ അതിനകത്ത് സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി പറയുന്നതിലും കൂടുതൽ ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴൊക്കെയാണ് ഇത് പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനിടയ്ക്ക് സ്റ്റുഡൻസിന്റെ ടിക്കറ്റ് ഉണ്ടാവും, ST അവിടെ അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പാരലൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ അവിഹിതമായിട്ട് അത് ഉണ്ടാക്കണം എന്ന് പറയുന്നതും വളരെ കുറ്റകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 വീലേഴ്സിനും 2 വീലേഴ്സിനെയാണ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാറുള്ളത്. പക്ഷേ സാധാരണ ജനങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിനെയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ പലരും കണ്ടിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. ട്രാൻസ്പോർട്ട് വാഹനത്തിനെ ചെക്ക് ചെയ്ത സ്ഥിതി ഞാൻ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന സമയത്ത് ചെക്ക് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വയനാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ വളരെയധികം പുക വമിപ്പിച്ചുകൊണ്ട് പുക തുപ്പിക്കൊണ്ട് പോകുന്ന ബസ് അതല്ല. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനം ഇങ്ങനെ വളരെ ഓവർ സ്മോക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലെ ഡ്രൈവറെടുത്ത് പറഞ്ഞു വണ്ടി കയറ്റി നിർത്തി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വണ്ടി നിർത്തി. അപ്പോൾ അവിടുന്ന് ഡ്രൈവർ വളരെ ഒരു ഗവൺമെൻറ് വാഹനത്തിനെ തന്നെ ചെക്ക് ചെയ്തതിൻ്റെ ഒരു പരിഭവത്തോടു കൂടി ആ ഒരു ടെൻഷനിൽ ഇറങ്ങി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ലോക്ക് ഷീറ്റ് ഉണ്ട് ഡ്രൈവറുടെ കയ്യിൽ. അവിടെ ഈ ഓട്ടം എല്ലാ വാഹനങ്ങൾക്കും ലോക്ക് ഷീറ്റ് വേണം. ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കെല്ലാം ലോക്ക് ഷീറ്റ് അല്ലെങ്കിൽ ട്രിപ്പ് ഷീറ്റ് എന്നൊക്കെ പറയുന്ന ഇത്. ലോക്ക് ഷീറ്റ് ഞാൻ KSRTC സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് ഓരോ ഡ്രൈവർമാർക്കും ഓരോ ദിവസത്തെ ഡ്യൂട്ടി ഷെഡ്യൂൾ തുടങ്ങി അവസാനിക്കുന്നവരെയുള്ള ഒരു ലോക്ക് ഷീറ്റ്. അതായത് ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്ക് പോയി വരുന്നു, എത്ര ഇതിനകത്ത് മെക്കാനിക്കൽ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ ഇതിനകത്ത് ഓൺ ദ വേ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാരേജിൽ അടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അതെ. അപ്പോൾ ഈ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഭയങ്കര ടെൻഷനിൽ ഇറങ്ങി വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോക്കി അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ലോക്ക് ഷീറ്റ് ഞാൻ തരാൻ പറഞ്ഞു. ഞാനൊരു ചെക്ക് റിപ്പോർട്ട് എഴുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ലോക്ക് ഷീറ്റിൽ വാങ്ങിയിട്ട് ഈ എൻജിൻ ഡീകംപ്രഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ എൻജിൻ ഇറക്കി പരിശോധിച്ചതിന് മാത്രമേ അടുത്ത സർവീസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് സീലും വെച്ച് കൊടുത്തു. ഇത് നിങ്ങൾ അവിടുത്തെ ഡിപ്പോ എഞ്ചിനീയറുടെ കയ്യിൽ എത്തിക്കുക എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇത് കൊണ്ട് കൊടുത്തു. അതിൽ എഞ്ചിൻ ഇറക്കി പണി ചെയ്തു. അപ്പോൾ RC റീകണ്ടീഷൻ ചെയ്ത ഒരു എഞ്ചിൻ എടുത്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. വണ്ടി അടുത്ത ദിവസം സ്മോക്കില്ലാതെ അതേ വണ്ടി തന്നെ, ആ നമ്പറിലെ വണ്ടി തന്നെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ രസകരമായ സംഭവം ഈ ഒരു പ്രവണത ആ കൽപ്പറ്റ ഡിപ്പോയിലെ 1-2 ഡ്രൈവർ സുഹൃത്തുക്കൾ വന്നിട്ട് സാർ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഇത്തിരി സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാർ ഒന്ന് ഇതിനകത്തൊന്ന് എഴുതി തരണം. അപ്പോഴത്തേക്ക് വണ്ടി അതിനകത്ത് ആ പൊല്യൂഷൻ ഒക്കെ ഒന്ന് നമുക്ക് റെഡിയായി മാറി കിട്ടും. അതെ. അപ്പോൾ മിക്കവാറും അത് സർവീസിന് കൊടുക്കാനും ആ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ വണ്ടികൾ എടുത്തുകൊണ്ട് വരുന്നത്.
എങ്കിലും ഇത് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്തരീക്ഷം മലിനീകരണമാകുന്ന രീതിയിലേക്ക് 4 തരത്തിലുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും അങ്ങനെയുള്ള 2-3 ഇതുണ്ടല്ലോ, 4 വാതകങ്ങൾ വന്നിട്ട് ഇതിനെ പൊല്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈജസ്റ്റ് ആവാതെ വരുന്ന ഫ്യൂവലിൽ നിന്ന് ഉണ്ടാകുന്ന ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ വളരെ അത്യാവശ്യം തന്നെയാണ്. വാഹനങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ഞങ്ങളുടെ ഇപ്പോൾ ഒരു ആവശ്യം അതാണ്. ഞങ്ങളെയൊക്കെ പിടിക്കുന്നത് കൂടാതെ ഇത്തരം ട്രാൻസ്പോർട്ട് ബസ്സുകളെ കൂടി നിങ്ങൾ ഇതുപോലെ ഒരു അഭിപ്രായം എഴുതി വിടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പുതിയ എഞ്ചിൻ റീകണ്ടീഷൻ്റെ എഞ്ചിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് നമുക്ക് തടയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് ബസ് കോൺട്രാക്ട് കാരേജ് എന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ ഇൻ്റർ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിന് പെർമിറ്റ് പ്രത്യേകം എടുത്തു വയ്ക്കണോ, അതോ ആ സമയത്ത് എടുത്താൽ മതിയോ, എങ്ങനെയാണ്? ഈ കോൺട്രാക്ട് കാരേജിന് ഇൻ്റർ സ്റ്റേറ്റ് പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റിൽ ഓടാനുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് റൂട്ട് പെർമിറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, വിത്തിൻ ദ സ്റ്റേറ്റ് ആൾ ഫിറ്റ് റോഡ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ അതിർത്തി ചെക്ക് പോസ്റ്റിലും ചെന്നിട്ട്, നമ്മുടെ തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡ്സുകൾ ഹാജരാക്കി, പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റും ഒക്കെ കാണിച്ച് അത് എഴുതി കൊടുത്തിട്ട് അതിന് മതിയായ ഫീസ് അവിടെ അടച്ച് സ്പെഷ്യൽ പെർമിറ്റ് അണ്ടർ സെക്ഷൻ 88 എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പിൽ അവിടുന്ന് സ്പെഷ്യൽ പെർമിറ്റ് ഇത്ര ദൂരം ഇത്ര സ്ഥലം വരെ പോകാനുള്ള ഒരു പെർമിറ്റ് അതിൻ്റെ വഴിയും എഴുതി കൊടുത്ത് ചെക്ക് പോസ്റ്റ് പോയിന്റിൽ കൊടുത്താൽ കൊടുത്താൽ മതി. ഇല്ല, അവിടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഫീസും അടച്ച് നേരെ അവിടെ പോയിട്ട് തിരിച്ച് ഒരു അപ്പുറത്തും പോയി അവിടുത്തെ ഇവിടുന്ന് എൻട്രി ആയിട്ട് അപ്പുറത്ത് ഇല്ല, ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് അടുത്ത് അടുത്ത സ്റ്റേറ്റിൽ എൻട്രി ആവുന്ന സമയത്ത് അത് അവിടെ കാണിക്കണം. ഇവിടുന്ന് ഞാൻ പെർമിറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ട് അതിന് ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വാലിഡിറ്റി കൊടുക്കും. സാധാരണഗതിയിൽ 7 ദിവസം കൊടുത്തു പോരുന്നുണ്ട്. ഒരാഴ്ചക്കുള്ള ഒരു വാലിഡിറ്റി ആണ് കൊടുത്തു വരുന്നത്. അവർക്ക് 10 ദിവസം അവിടെ തങ്ങാനുണ്ട്, അതിനുള്ള പ്രോഗ്രാമാണ് കാണുന്നതെങ്കിൽ 10 ദിവസം നമുക്ക് അവിടെ പെർമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺട്രാക്ട് കാരേജിനകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര തന്നെ ചിലപ്പോൾ അങ്ങ് മുടങ്ങിപ്പോകാൻ ചാൻസസ് ഉണ്ട്. 24 മണിക്കൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ ചെക്ക് പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 24 hour അറൗണ്ട് ദ ക്ലോക്ക് നമുക്ക് അവിടെ സർവീസ് കിട്ടും. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഈ പെർമിറ്റ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ തിരുവനന്തപുരം ജില്ലയിൽ 2 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഒന്ന് അമരവിളയിലും ഒന്ന് പൂവാറിലുമാണ് പൂവാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹൈവേ ഇങ്ങനെ റെഡിയായി വരുന്ന കാരണം അതിൽ നല്ല ട്രാഫിക് ഉണ്ട്. അവിടെ നന്നായിട്ട് പെർമിറ്റുകളൊക്കെ എടുത്ത് പോകുന്നുണ്ട് ആളുകൾ. ഈ പ്രത്യേകിച്ച് കോവളം വഴിയൊക്കെ തന്നെ അതെ ടൂറിസ്റ്റ് കാറുകൾക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള പെർമിറ്റ് ഉള്ളവർക്ക് ഇതിനകത്ത് കോൺട്രാക്ട് കാരേജസ് ഓടുമ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റുള്ള പെർമിറ്റുകളുമുണ്ട്. ഓൾ ഇന്ത്യ അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെർമിറ്റ്, അവിടുത്തെ ഓതറൈസേഷൻ കൂടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊടുത്തിട്ടുള്ള ഓതറൈസേഷൻ കൂടെ ഉള്ളവർക്ക് ഈ അപ്പുറത്തെ ചെക്ക് പോസ്റ്റുകൾ അവരുടെ സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ ഓടാനുള്ള ടാക്സ് അടച്ചാൽ മാത്രം മതി. അവർക്ക് 7 ദിവസം ഓടാനാണെങ്കിൽ അങ്ങനെ, 30 ദിവസം ഓടാനാണെങ്കിൽ അങ്ങനെയുള്ള ടാക്സ് അടച്ചിട്ട് അവിടെ ഓടാൻ പറ്റും. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ളത്. നാഷണൽ പെർമിറ്റ് വരുന്നത് നമുക്ക് ലോറികൾക്കാണ്, ട്രക്കുകൾക്കാണ് വരുന്നത്. അത് ചില സംസ്ഥാനങ്ങളിലേക്ക് ത്രൂ ഔട്ട് ഓടുന്നതിലേക്ക് വേണ്ടി അവർ പെർമിറ്റ് കൊടുക്കും. അതെ ടൂറിസ്റ്റ് ടാക്സിയിൽ തന്നെ ഈ മോട്ടോർ ക്യാബ് എന്നും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ടാക്സി ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ടാക്സികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനത്തും പോയിട്ട് ടാക്സ് അടച്ചുവിടേണ്ടതായിട്ടുള്ളത്. മറ്റത് നമുക്ക് മോട്ടോർ ക്യാബ് ഓടുന്നതും ഇതുപോലെ സ്പെഷ്യൽ പെർമിറ്റ് ചെക്ക് പോസ്റ്റിൽ എടുത്തിട്ട് അപ്പുറത്തെ സംസ്ഥാനത്ത് കയറിയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ ടൂറിസ്റ്റ് വണ്ടികൾക്കെല്ലാം മഞ്ഞ ബോർഡാണല്ലോ, അതെ, മറ്റുള്ളവർക്കെല്ലാം വൈറ്റ് ബോർഡായിരുന്നു. അപ്പോൾ ഈ പണ്ട് നമ്മുടെ ടാക്സി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മാറി തോന്നുന്നു അല്ലേ? ടാക്സി മാറി ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് കാറാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അത് ടാക്സി. പക്ഷെ പണ്ട് ടാക്സിക്ക് ഒരു നിറം ഉണ്ടായിരുന്നു, കറുപ്പും മഞ്ഞയും. അത് മാറി ഇപ്പോൾ. അത് ബന്ധമായിട്ട് മാറ്റിയതാണോ അതോ നമ്മുടെ ഇഷ്ടം പോലെ ഏത് കളർ ഉപയോഗിക്കാമെന്നുള്ളതാണോ? അല്ല, ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ പബ്ലിക്കിനൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു മഞ്ഞയും. അതെ, അതിപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ ബോർഡിൽ കൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്പർ ബോർഡ് മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ, അതായത് നിശ്ചിത വലുപ്പത്തിൽ ഉള്ള അക്ഷരങ്ങൾ ലെറ്റർ പതിപ്പിച്ചത് 4 വശത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലും ഉണ്ടാവും. നമ്പർ ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുതിയ എന്തോ ഒരു നിയമം വരുന്നുണ്ടോ നമ്പർ ബോർഡിന്? അതെന്താണ്? നമ്പർ ബോർഡിന് ഒരു സെക്യൂരിറ്റി നമ്പർ സിസ്റ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ അത് ആക്ച്വലി വന്നിരുന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റേഷൻ അതിനകത്ത് ചില പ്രശ്നങ്ങളായിട്ട് ഇതുവരെ നടന്നിട്ടില്ല.
അതായത് ഒരു സെക്യൂരിറ്റി നമ്പർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൺട്രിയും മറ്റേ സംസ്ഥാനവും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പിന്നെ അത് ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബോർഡാണ് നേരത്തെ അത് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. സാധാരണ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ വലിപ്പത്തിലും അതെ അതെ അങ്ങനെ എഴുതി കൂടാന്നുള്ളതാണ്. കാരണം അങ്ങനെ അത് നടപ്പിലാകാത്തടത്തോളം കാലം അത് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ എഴുതുന്നത് കുറ്റകരമാണ്. കാരണം ഇത്ര അളവിൽ ഇന്ന അക്ഷരത്തിൽ ഇത് പ്രദർശിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അധികമായിട്ട് അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ചിലരിപ്പോൾ കേരള എന്ന് പറഞ്ഞിട്ട് എന്ന് എഴുതുന്നത് അത് തെറ്റാണ്. അതിനകത്ത് KL01 എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെ എഴുതി പോകണം. ഈ 01 എന്ന് പറയുന്ന ഓരോ ഡിസ്ട്രിക്റ്റ് ആണല്ലോ. അതെ അല്ലേ? ഇപ്പോ എത്ര 01 പോലെ എത്ര സബ് ടൈപ്പ് വന്നിട്ടുണ്ട്? ഇപ്പോൾ KL65 65 സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാം. 65 RTO ഓഫീസസ് സബ് RTO ഓഫീസസ് ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് സംശയിക്കുന്നത്. 65 അതെ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അതാത് താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള രജിസ്റ്റർ ഓഫീസിലാണ് ചെയ്യേണ്ടത്. വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇത് നമ്മുടെ ഏതാണ് നമ്മുടെ അഡ്രസ് പ്രൂഫ്. നമുക്കൊരു അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ഏത് ജൂറിസ്ഡിക്ഷനിൽ പെട്ട് വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് ആ ഓഫീസിലാണ് നമുക്ക് ആ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു വ്യക്തി ബാംഗ്ലൂരിൽ ജോലിയായിരുന്നു. അയാൾ അവിടെ നിന്ന് ഒരു വാഹനം മേടിക്കുന്നു. അവിടുത്തെ രജിസ്ട്രേഷൻ കർണാടക രജിസ്ട്രേഷൻ ആയിരിക്കും. അയാൾ ട്രാൻസ്ഫർ ആയി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്നു. അപ്പോൾ ആ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഓടിക്കാൻ കുഴപ്പമില്ല. ആ രജിസ്ട്രേഷൻ വെച്ച് ഓടിക്കുന്നതിൽ നമുക്കൊരു 6 മാസം വരെ, അതായത് അയാൾ വീണ്ടും തിരിച്ചു അവിടെ പോകുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് കുഴപ്പമില്ല. 6 മാസം വരെ ഇത് നമുക്ക് ഈ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ്. 6 മാസത്തിന് മുകളിൽ ഇത് നമ്മളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കണം എന്നുള്ളതാണ് നിയമം. അതിന് പ്രത്യേകം ടാക്സ് കൊടുക്കണം. അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെ നിന്ന് നമ്മൾ ഓൺ ടൈം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇതിനനുസരിച്ച് എന്തെങ്കിലും ഇളവ് കാര്യങ്ങളോ ടാക്സ് വരികയല്ലേ. അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ വീണ്ടും ഇവിടെ ഓടിക്കുവാൻ വേണ്ടി അയാളുടെ ഡബിൾ ടാക്സ് അവിടെയും ടാക്സ് കൊടുത്ത് ഇവിടെയും ടാക്സ് കൊടുക്കുകയല്ലേ. അതിനകത്ത് ചെറിയ ഡിസ്പ്യൂട്ടുകളുണ്ട്. മറ്റേ റീഫണ്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതെ, ഇവിടെ നമ്മൾ ഓടുന്നതിന് എന്തായാലും ഇവിടെ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ. ഇതുപോലെ രജിസ്ട്രേഷൻ മാറ്റുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ഒരു പ്രൊസീജിയർ വേണമെങ്കിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ കർണാടക രജിസ്ട്രേഷനിൽ ഇപ്പോൾ അവിടെ ഉദ്യോഗത്തിലുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വാഹനം അവിടെ രജിസ്റ്റർ ചെയ്തു, അത് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അയാൾ വന്ന് 6 മാസത്തിൽ കൂടുതൽ അയാൾ ഇനി പെർമനൻ്റ് ആയിട്ട് ഇവിടെ മാറി വരികയാണെങ്കിൽ അവിടെ നിന്ന് വരുന്നതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഒറിജിനൽ RC ബുക്കും മറ്റ് റെക്കോർഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനൊരു NOC അവിടെ നിന്ന് വാങ്ങണം. അതായത് നമ്മുടെ കർണാടകത്തിൽ നിന്നും അവിടെ RTO ഓഫീസിൽ നിന്നും ഫോം നമ്പർ 28 അതിൻ്റെ ഫോം. അതിനൊരു ട്രിപ്ലിക്കേറ്റ് കോപ്പിയിൽ അവിടെ നിന്ന് അതിൻ്റെ NOC മേടിച്ച് NOC മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ അഡ്രസ് പ്രൂഫ് എവിടെയാണ്, ഈ വണ്ടി എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതേ RTO ഓഫീസിലേക്കാണ് അത് മേടിക്കേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ RTO ഓഫീസ് തിരുവനന്തപുരത്തിലേക്ക് NOC മേടിക്കുന്നു പറഞ്ഞിട്ട് RC ബുക്കിലും എൻഡോഴ്സ് ചെയ്ത് മേടിക്കണം, NOC മേടിക്കണം. പോരാ. യെസ്, അതെ. അപ്പോൾ അങ്ങനെ മേടിച്ച് വരുന്നവർക്ക് ഇവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ 27 ഈ 28 പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണെങ്കിൽ ചേഞ്ച് ഓഫ് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് കൂടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് പുതിയ നമ്പർ അസൈൻ ചെയ്യാം. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഫോം നമ്പർ 28 ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് NOC ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനൊരു കൺഫർമേഷൻ വരുന്നതിന് വേണ്ടി നമ്മൾ NOC നമ്മൾ തിരിച്ച് അങ്ങോട്ട് അയച്ചു. അപ്പോഴത്തേക്കും അവർ വീണ്ടും അത് കൺഫേം ചെയ്ത് കൺഫേം ചെയ്ത് വരും. ഒരു 30 ദിവസത്തിനകത്ത് വരും. 30 ദിവസത്തിനകത്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് 30 ദിവസത്തിനകത്ത് വന്നില്ലെങ്കിൽ ഒരു കണ്ടീഷണലായിട്ട് വയ്ക്കുന്നത്. 30 ദിവസത്തിനകത്ത് വന്നില്ലെങ്കിൽ ഇത് അവിടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ NOC അവിടെ നിന്ന് കൊടുത്താണെന്ന് വിചാരിച്ച് ഇവിടെ നമുക്ക് കൊടുക്കാം. ഒരു അഫിഡവിറ്റ് കൂടെ വെച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സർ, പൊതുവെ ഈ ടൂറിസ്റ്റ് ബസ്സുകളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി ആയിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ചാർജ് ആയിരുന്നാലും അമിതമായ ചാർജുകൾ ഈടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യം നടക്കണമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്ക് കൂടാതെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഈ ഓവർ ചാർജൊക്കെ മേടിച്ചാൽ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യണം? മോട്ടോർ വെഹിക്കിളിനോടാണോ, പോലീസിനോടാണോ, ആരോടാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഇത് നിയമം മൂലം സർക്കാർ ഓരോ സമയത്ത് ഇതിന് ഓട്ടോറിക്ഷയ്ക്ക് ഇത്രയാണ് കൂലി, ടാക്സിക്ക് ഇത്രയാണ് കൂലി എന്ന് നിശ്ചിതപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇത്ര മേടിക്കാൻ പാടില്ല എന്നുള്ളത്. പലപ്പോഴും ഇവർ അമിതമായി കൂലി മേടിച്ചതിൻ്റെ പരാതികൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാറുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിട്ടാറുണ്ട്. ശരിക്കും ഇതിൻ്റെ പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ അവിടെ പോയിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയിട്ട് ഇതിൻ്റെ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. ഒരു ഓട്ടോയ്ക്ക് ഒരു പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ അയാൾ ആ സ്റ്റാൻഡിൽ തന്നെ
വണ്ടി ഇടണം എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, ഏത് സ്റ്റാൻഡിലാണ് അത് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്യാൻ അതെ അതെ അതെ, അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ പെർമിറ്റ് കൊടുത്ത് വണ്ടി ഓടിക്കുന്ന, പെർമിറ്റ് എടുത്ത് ഓടുന്ന ധാരാളം വാഹനങ്ങളിൽ എത്ര വാഹനങ്ങൾ നമ്മുടെ ഇന്ന് കേരളത്തിലുണ്ടാകും കോൺട്രാക്ട് കാര്യത്തിൽ ഓടുന്ന വാഹനങ്ങൾ? കോൺട്രാക്ട് കാരേജസ് ഒരു അങ്ങനെ ഒരു എണ്ണം പറയാൻ കഴിയുന്നില്ല. എന്നാലും വളരെ ഇവിടെ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ തന്നെ ഒരു 20,000 ഇവിടെ ഓടുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ. അല്ല, പുതിയ 10 വീലും 12 വീലുള്ള ബസ്സുകളൊക്കെയാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. അതെ അതെ, അത് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള വണ്ടികളാണ് അധികവും അങ്ങനെ വരുന്നത്, വോൾവോ വാഹനങ്ങൾ അങ്ങനെ വരുന്നത്. എന്തായിരുന്നാലും പാരലൽ സർവീസുകൾ തീർച്ചയായിട്ടും സാധാരണക്കാരന് ഒരു താങ്ങ് തന്നെയാണ്. കാരണം ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ എത്താത്ത സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്ന ഒരു ഭാരവാഹിയാണ് ഈ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാർ. അവരെ കൂടാതെ ഇന്ന് നമുക്ക് നമ്മുടെ ചലനം നടക്കില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും അതിനും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ അവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ആ സംശയങ്ങളാണ്, അവർ സൂക്ഷിക്കേണ്ട രീതികളാണ്, യാത്ര ചെയ്യുന്നവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ അൻവർ സാർ പറഞ്ഞത്. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.